അപ്പൊ ഇങ്ങനെ റാൻഡംലി ഫേസ്ബുക്കിൽ ഇങ്ങനെ പോയപ്പം സാറിന്റെ ഇങ്ങനെ കണ്ടു, ആർട്ട് ജോയിൻ ചെയ്യാനുള്ള ഇത് കണ്ടു. അപ്പം ശരി എന്നാ പിന്നെ നോക്കിയേക്കാം, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നോക്കാം. ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും തുടക്കം തൊട്ട് എന്ന് വെച്ചാൽ പെൻസിൽ പിടിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് തൊട്ട് നിങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും എന്ന് സാറ് തന്നൊരു കോൺഫിഡൻസ്. ശരി എന്നാ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന്റെ ഓരോ വീഡിയോസ് കാണുന്നപ്പം പെൻസിൽ നമ്മൾ പിടിക്കേണ്ട രീതിയാണെങ്കിലും ഞാൻ ഒത്തിരി ഇങ്ങനെ അമർത്തി ചിലപ്പം ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ പേപ്പറൊക്കെ അത്ര ഇതായിട്ട് വരത്തില്ല. പിന്നെ അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഏറ്റവും എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ, സാറിന്റെ മോട്ടിവേഷൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ മുന്നോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് നമുക്ക് തോന്നില്ലേ, ഓക്കെ നമ്മൾ ഇത് ചെയ്താൽ ശരിയാവില്ല, അന്നേ അത് മാറ്റി വെക്കാം, നമ്മൾ അത് മാറ്റി വെക്കും. ഓക്കെ, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇതെന്താ നമ്മളോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ സാറ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ചെയ്ത് നോക്കൂ, ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് എന്ന് സാറ് പറഞ്ഞു. ആക്ഷൻ ടേക്കർ ആവുക എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ എപ്പോഴും മാറി നിന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ. പക്ഷെ അത് എടുക്കുമ്പോൾ ആ ഒരു നമ്മൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഒരു 10% നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ ഒരു 50% ആയിരിക്കും. ഒന്നും എഫേർട്ട് എടുക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് എഫേർട്ട് എടുത്ത് നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെ സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട്. കാരണം പലതും ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഓക്കെ ഇനി 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 എന്ത് ചെയ്യാനാ, ഇത്രയൊക്കെ ആയില്ല, ഇനി എന്ത് ചെയ്യാനാന്നൊരു തോട്ടെന്ന് അല്ല, നമുക്കിനി എന്തെങ്കിലും ആകാൻ ഇനിയും സമയം ഉണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. പിന്നെ സാറിന്റെ ഒരു ലൈഫ് ജേർണി ചിലർ മോട്ടിവേറ്റ് ചെയ്യും, ആർക്ക് വേണമെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളൊരു എക്സാമ്പിൾ കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഞാനൊരു 0 ലെവലിൽ നിന്ന് തുടങ്ങിയ ഞാനാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയില്ല, ഞാൻ ശ്രമിക്കാം, എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിച്ച് അത് കംപ്ലീറ്റ് ചെയ്താൽ നോക്കാം എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വെറും ഒരു 2 മാസം കൊണ്ട് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അയ്യോ ഇന്ന് ഞാൻ അപ്പൊ അത് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്ന എന്നൊരു തോട്ട് വരും. അപ്പൊ നമുക്കും അത് വേണം. അത് ആ ഒരു ചിലവർ നന്നായിട്ട് കുറെ പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവരുടെ ആ ലെവൽ എത്തണം, നമുക്ക് അതുപോലെ വരയ്ക്കാൻ പറ്റണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ സ്റ്റാറ്റസിലൊക്കെ ഞാൻ നേരത്തെ ഒന്നും ഇടില്ല, അങ്ങനെ നാണക്കേട് ആദ്യമൊക്കെ, അയ്യോ ഇതൊക്കെ എങ്ങനെ വരച്ചിട്ടിടുന്നേ. പക്ഷെ ഇപ്പൊ ഞാനിങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇടുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, ഇത്ര നന്നായിട്ട് വരയ്ക്കുമോന്ന് പോലെ ചോദിച്ചവരുണ്ട്, നീ വരയ്ക്കാറുന്നോ എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാരും ഇങ്ങനെ നല്ലത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് നന്നായിട്ട് ഞാനിപ്പോ എൻജോയ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് ആർട്ടിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കയറുക. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ അത് ഒത്തിരി നല്ല ഇതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ സ്ട്രെസ് ഏറ്റവും റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ ഡ്രോയിങ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബ് എന്ന് പറയുന്ന നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ജേണി അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻസും എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്ന് അവരെന്തൊക്കെ സ്റ്റെപ്സ് എടുത്തിട്ടാണ് സക്സസ് ആവുന്നത് എന്ന് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കി പുതുതായിട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനും ആർട്ട് പഠിക്കുന്ന ഒരുപാട് പേർക്കും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ കിട്ടുന്നുണ്ടായിരിക്കും. സോ അത്തരത്തിൽ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന നമ്മുടെ റിവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള മേഘ സുരേഷ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വെൽക്കം. എനിക്കറിയേണ്ടത്, ഇതിനു മുൻപ് ആർട്ട് പഠിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ആർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത്? ആ വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇതിനു മുന്നേ ആർട്ട് പഠിച്ചിട്ടില്ല. വരയ്ക്കുന്നത് സ്കൂളിൽ അങ്ങനെ കോമ്പറ്റീഷൻസിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ സയൻസ് റെക്കോർഡിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. ആർട്ട് ക്ലാസ്സിൽ, സ്കൂളിൽ ആർട്ട് ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്റെ ആർട്ട് ബുക്ക് ഞാൻ ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഒരു ആർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ആർട്ട് അങ്ങനെ പിന്നീട് അധികം ഒന്നും അങ്ങനെ വരച്ചിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു പടം കാണുമ്പം അങ്ങനെ വരയ്ക്കാൻ തോന്നിയിട്ട് 1, 2, 3
അത്രയൊക്കെ വരച്ചിട്ടുള്ളൂ. ചിത്രങ്ങൾ അധികം ഒന്നും അങ്ങനെ വരച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ റാൻഡംലി ഫേസ്ബുക്കിൽ ഇങ്ങനെ പോയപ്പം സാറിന്റെ ഇങ്ങനെ കണ്ടു, ആർട്ട് ജോയിൻ ചെയ്യാനുള്ള ഇത് കണ്ടു. അത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് യൂട്യൂബിലെ സാറിന്റെ വീഡിയോസ് കണ്ടു. അപ്പം ശരി എന്നാ പിന്നെ നോക്കിയേക്കാം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നോക്കാം. അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും തുടക്കം തൊട്ട് എന്ന് വെച്ചാൽ പെൻസിൽ പിടിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് തൊട്ട് നിങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും എന്ന് സാറ് തന്നൊരു കോൺഫിഡൻസ്. ശരി എന്നാ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന്റെ ഓരോ വീഡിയോസ് കാണുന്നപ്പം പെൻസിൽ നമ്മൾ പിടിക്കേണ്ട രീതിയാണെങ്കിലും ഞാൻ ഒത്തിരി ഇങ്ങനെ അമർത്തി ചിലപ്പം ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ പേപ്പറൊക്കെ അത്ര ഇതായിട്ട് വരത്തില്ല. പിന്നെ അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഏറ്റവും എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ, സാറിന്റെ മോട്ടിവേഷൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ മുന്നോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് റെസ്പെക്ട് നമുക്ക് തോന്നില്ല, ഓക്കെ നമ്മൾ ഇത് ചെയ്താൽ ശരിയാവില്ല, അന്നേ അത് മാറ്റി വെക്കാം, നമ്മൾ അത് മാറ്റി വെക്കും. ഓക്കെ, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇതെന്താ നമ്മളോട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ സാറ് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ചെയ്ത് നോക്കൂ, ടേക്ക് ദാറ്റ് സ്റ്റെപ്പ് എന്ന് സാറ് പറഞ്ഞു. ആക്ഷൻ ടേക്കർ ആവുക എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു വലിയ കാര്യമാണ്. നമ്മൾ എപ്പോഴും മാറി നിന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ. പക്ഷെ അത് എടുക്കുമ്പോൾ ആ ഒരു നമ്മൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ല, ഒരു 10% നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ ഒരു 50% ആയിരിക്കും. ഒന്നും എഫേർട്ട് എടുക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് എഫേർട്ട് എടുത്ത് നോക്കുന്നതാണ്. ഒന്നും ചെയ്യാതെ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട്. കാരണം പലതും ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഓക്കെ ഇനി 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 എന്ത് ചെയ്യാനാ, ഇത്രയൊക്കെ ആയില്ല, ഇനി എന്ത് ചെയ്യാനാന്നൊരു തോട്ടെന്ന് അല്ല, നമുക്കിനി എന്തെങ്കിലും ആകാൻ ഇനിയും സമയം ഉണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. പിന്നെ സാറിന്റെ ഒരു ലൈഫ് ജേർണി ചിലർ മോട്ടിവേറ്റ് ചെയ്യും, ആർക്ക് വേണമെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളൊരു എക്സാമ്പിൾ കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ സാറിന്റെ ചില ലൈഫ് ജേർണി പറയുന്നുണ്ട്. സാറ് ആർട്ട് കരിയർ എവിടുന്ന് തുടങ്ങി, എനിക്കൊന്ന് സാറ് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സാറ് കുറെ നാൾ ഡ്രോയിങ് ചെയ്തിട്ടില്ല. പിന്നെ സാർ ഒരു ടൈം ആയപ്പോഴാണ് സാറിന്റെ ആർട്ട് കരിയറിലേക്ക് സാറ് പോയൊരു ജേർണി പറയുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു ഇൻസ്പയറിംഗ് ആണ്. കാരണം അത് സാറിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഇതായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ അത് ജേർണി തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് 2 മാസം കൊണ്ട് എനിക്ക് ഞാനൊരു 0 ലെവലിൽ നിന്ന് തുടങ്ങിയ ഞാനാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയില്ല, ഞാൻ ശ്രമിക്കാം, എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിച്ച് അത് കംപ്ലീറ്റ് ചെയ്താൽ നോക്കാം എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വെറും ഒരു 2 മാസം കൊണ്ട് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നീട് ആ ഒരു ലൈഫ് ചേഞ്ച് മാറി. കാരണം എപ്പോഴും നമുക്ക് ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യില്ല, ചുമ്മാ നമ്മൾ വീട്ടിലെ കുറെ ജോലി ചെയ്യുന്നു, രാവിലെ എഴുന്നേക്കുന്നു, എന്തൊക്കെ ചുമ്മാ അടുക്കളയിൽ അങ്ങനെ കിടന്നിട്ട് അങ്ങനെ നിൽക്കും, ചുമ്മാ ഇങ്ങനെ ടൈം ഇങ്ങനെ കളയും, എന്താ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പം ആ ഒരു ടൈം അടുക്കളയിൽ ഇത്ര നേരം നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളെല്ലാം ചെയ്ത് പുറത്തിറങ്ങാനും, അതുപോലെ ചുമ്മാതെ ഈ റീൽസ് കണ്ട് കുറെ സമയം കളയും, ചുമ്മാ ഒരു കാര്യമില്ല കുറെ റീൽസ് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു ചുമ്മാ ആയിരിക്കും ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണി തൊട്ട് റീൽസ് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ സമയം ഒന്നും ചെയ്യാനില്ല, അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനിരിക്കുമ്പോഴായിരിക്കും ആദ്യം നിന്ന് ഫോൺ മാറ്റുന്നത്. പക്ഷെ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു കഴിഞ്ഞ ഒരു 2 ഈ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നത് വളരെ ചുരുക്കമായിരിക്കും. കുറച്ചു നേരം ദിവസങ്ങൾ അങ്ങനെ കാണാതിരുന്നിട്ടുണ്ട്. എനിക്കൊന്നും നമ്മുടെ 21 days ചലഞ്ച് ഒക്കെ നടന്ന സമയത്ത് ആ സമയത്തൊന്നും റീൽസ് കണ്ടിട്ടേ ഇല്ല. എങ്ങനെയെങ്കിലും അത് നമ്മുടെ ചലഞ്ച് ഫിനിഷ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് വരും. പിന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അയ്യോ ഇന്ന് ഞാൻ അപ്പൊ അത് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു തോട്ട് വരും. അയ്യോ അവരെല്ലാം ഇങ്ങനെ ചെയ്തിടുന്നുണ്ട്, അപ്പൊ നമുക്കും അത് വേണം. അപ്പൊ ആ ഒരു ചിലവർ നന്നായിട്ട് കുറെ പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവരുടെ ആ ലെവൽ എത്തണം, നമുക്ക് അതുപോലെ വരയ്ക്കാൻ പറ്റണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതെല്ലാം ഒരു വലിയൊരു മഹത്വമാണ്. പിന്നെ ചുമ്മാതിരുന്ന് ആലോചിച്ചിരുന്ന സമയം ഇപ്പം എന്താ പറയാ, ഇപ്പം ചിലപ്പോ നമ്മള് ആലോചിക്കാം അയ്യോ നമുക്ക് നമ്മളോടൊരു സെൽഫ് റെസ്പെക്ട്, നമുക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ നമ്മളിപ്പം ഒരു വർക്കർ ചുമ്മാതൊരു ഡ്രോയിങ് വരച്ചിട്ട് ഇപ്പൊ സ്റ്റാറ്റസിലൊക്കെ ഞാൻ നേരത്തെ ഒന്നും ഇടില്ല, അങ്ങനെ നാണക്കേട് ആദ്യമൊക്കെ, അയ്യോ ഇതൊക്കെ എങ്ങനെയാ വരച്ചിട്ടിടുന്നേ,
പക്ഷെ ഇപ്പൊ ഞാനിങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇടുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, ഇത്ര നന്നായിട്ട് വരയ്ക്കുമോന്ന് പോലെ ചോദിച്ചവരുണ്ട്. നീ വരയ്ക്കാറുണ്ടോ, വരയ്ക്കുമായിരുന്നോ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ഒരു ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറയും നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ മക്കളുടെ കൂട്ടുകാരുടെ അമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പറയും നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പഠിച്ചിട്ടുണ്ടോ, ഇത് നേരത്തെ പഠിച്ചയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയും, ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ അതൊരു വലിയ, എല്ലാരും ഇങ്ങനെ നല്ലത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് നന്നായിട്ട് ഞാനിപ്പോ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ ഒരു ലൈഫ്, ഒരു ആർട്ട് ജേർണി എനിക്ക് പറയാനുള്ളത്. കാരണം സീറോന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇത്രയും ആയത് സാറിന്റെ ആ ഒരു സപ്പോർട്ടും സാറ് തന്ന എന്താ പറയാ, സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പടങ്ങൾ വരയ്ക്കുമ്പോൾ അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കുറവാണ്, സാറ് പറഞ്ഞ പോലെ ക്വാളിറ്റി ആണ് കൂടുതൽ ഞാൻ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞതുപോലെ ആ ക്വാണ്ടിറ്റിയും കൂടെ കുറച്ച് നോക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറെ പ്രാക്ടീസിന്റെ കുറവ് എനിക്കുണ്ട്, അതുകൊണ്ട്. കാരണം സമയം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യം എല്ലാം കഴിഞ്ഞ് വരയ്ക്കാൻ കിട്ടുന്ന സമയം ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പൊ ആ സമയം നല്ലതുപോലെ വരയ്ക്കാൻ നോക്കും. ആ ഒരു ഇതുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയും, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത ആള് 10 വയസ്സ് മോനാണ്, ഇളയാൾക്ക് 8 വയസ്സ് മോളാണ്. ഞാനിവിടെ ബോംബെ സെറ്റിൽഡ് ആണ്. ഇതാണ് ഫാമിലി. എന്തുകൊണ്ടാണ് ആർട്ട് പഠിക്കണം എന്നൊരു ഡിസിഷൻ എടുക്കാൻ കാരണം? ആർട്ട് പഠിക്കാൻ എന്റെ മോളും മോനും വരയ്ക്കും കുറച്ചൊക്കെ. മോൻ വരയ്ക്കുന്ന എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. മോൾ പിന്നെ ഇങ്ങനെയൊക്കെ കുത്തിക്കുറയ്ക്കും, ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ ഇരിക്കും, നന്നായിട്ട് അത്യാവശ്യം വരയ്ക്കും. പക്ഷെ മോന് ഇന്ന് വരെ ഒരു പടം വരച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ മോന് അനിയത്തിമാരുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഫൈറ്റ് കാണുമല്ലോ, അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ദിവസം അവൻ എന്റെ മദറിലോ, അമ്മ അവിടെ ഇരിക്കുകയാണ്, അമ്മയെ നോക്കിയിട്ട് വരയ്ക്കുകയാണ്, മോളും വരയ്ക്കുകയാണ് മോനും വരയ്ക്കുകയാണ്. അപ്പൊ ഞാൻ ആ സമയം അവിടെ ഇല്ല. രണ്ടുപേരും ഫോട്ടോ വരച്ചു, രണ്ടുപേരും അമ്മയെ വരച്ചു. എന്നിട്ട് ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചു ഈ പടത്തിൽ ആരാണ് നന്നായിട്ട് വരച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നന്നായിട്ട് വരച്ചൊരു പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് മോള് വരച്ചത്, മറ്റേത് മോൻ വരച്ചത്. പക്ഷെ അത് ഉൾട്ടായിരുന്നു. അവൻ വരച്ചത് നന്നായിട്ട് വരച്ചു. അത് അവൻ നന്നായിട്ടെന്ന് വെച്ചാൽ അവൻ നല്ല എന്താ പറയാന്നറിയാം, നല്ല ഒരു ഇതുണ്ട്. അവൻ ഇങ്ങനെ പറയുന്ന സിമ്മട്രി ആണെങ്കിലും അവൻ പറയുന്ന ആ ഒരു റേഷ്യോ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പ്രൊപ്പോർഷൻ ഒക്കെ നല്ല രീതിയിൽ അവൻ ചെയ്തു. ആദ്യം അവന്റെ ഡ്രോയിങ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്, എനിക്ക് കിഡ്സിന്റെ ക്ലാസ് ഉണ്ടെന്ന് അറിയില്ല സാറിന്റെ. അപ്പൊ ഞാൻ ആക്ച്വലി മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. കാരണം എനിക്ക് ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ അത്ര ഇത് ചെയ്യില്ല. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ മക്കളെ പഠിപ്പിച്ചിട്ടില്ല, ഞാനാണ് പഠിച്ചത്. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നതും. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ ഇപ്പൊ അവര് ചോദിക്കും അമ്മ ഇതെങ്ങനെ, അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഞാനിത് വരയ്ക്കുമ്പം എന്റെ മോളും മോനും വന്നിട്ട് പറയും അമ്മ ഇത് ശരിയായില്ല, അത് ശരിയായില്ല. ഞാൻ പറയും മിണ്ടാതിരിക്കും, മതി ഞാൻ വരച്ചോളാം എന്ന് പറയും. എന്നിട്ട് നിന്നെ ഞാൻ പഠിപ്പിക്കാന്ന് പറയും വേണ്ട അമ്മ പഠിപ്പിക്കണ്ടെന്ന് പറയും എന്റെ അടുത്ത്. സാറിന്റെ കിഡ്സിന്റെ ഞാനിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് കുട്ടികളെ അതിനകത്തൊന്ന് കയറ്റി വിട്ടാലോ എന്നിങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അവർക്ക് ചില സമയത്ത് കുട്ടികളല്ലേ, അവർക്ക് ചിലപ്പം താല്പര്യം വരും, ചിലപ്പം താല്പര്യം വരില്ല. ഇപ്പൊ മോന് ഫുട്ബോൾ മതി എന്നുള്ള ഇതാണ്. മോക്കാണെങ്കിൽ ഡ്രോയിങ് ഇപ്പൊ ഞാൻ വരച്ചു തുടങ്ങിയപ്പം പുള്ളിക്കാരി വരപ്പങ്ങ് മാറ്റി. അതാണ് ആർട്ടിന്റെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വരാനുള്ള ആദ്യത്തെ കാര്യം ഇതാണ്. പക്ഷെ ഇപ്പൊ സാറിന്റെ ക്ലാസ് കയറി ഞാനിപ്പോ കുറെ ഡ്രോയിങ്സ് വരച്ചു കഴിഞ്ഞപ്പോ ഇപ്പം ബെറ്റർ ആയിട്ട് വരയ്ക്കണം എന്നൊരിതുണ്ട്. അതിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം പിന്നീടാണ് എനിക്ക് വന്നു തുടങ്ങിയത്. നമുക്കറിയില്ല, ആർട്ടിനെ പറ്റി അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അധികം അറിയത്തില്ല. സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി വീക്ക്ലി മീറ്റിംഗ് ഒക്കെ വന്നതിന് ശേഷമാണ് ആർട്ടിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പഠിച്ചത്. നമ്മളുടെ ഈ ടീച്ചിങ് ശരിയാണ്, വീട്ടിലിരുന്ന് ടീച്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സിബിഷൻ ചെയ്യാം. ഇതൊരു ഒരു ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് ടോപ്പിക് ആണെന്നോ ഒരു കോഴ്സ് ആണെന്നോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഇതിലൊന്ന് വന്നതിന് ശേഷമാണ് ദാറ്റ് ഐ റിയലൈസ് ഓക്കെ ഇത്രയൊക്കെ ഉണ്ട്, നമുക്ക് ആർട്ടിൽ ഇത്രയൊക്കെ ചെയ്യാം. അങ്ങനെ നാട്ടിലാണെങ്കിലും നമുക്ക് ആരും അങ്ങനെ ആർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന അന്നൊന്നും ആ സമയത്ത് അത് ഇല്ല. അപ്പം എന്റെയൊക്കെ കൊച്ചിലെ ആണെങ്കിൽ ആർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഡാൻസ്, പാട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ഒന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു സമയം അന്നില്ല. ഇപ്പോഴൊക്കെയാണ് കുറെ പേരൻസ് ഒക്കെ ആർട്ടിൽ കുട്ടികൾക്ക് ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അന്ന് അത്ര ഓപ്പർച്യൂണിറ്റി ഇല്ല. അന്ന് നമുക്ക് പഠിക്കാൻ പോയിട്ട് അങ്ങനെ അടുത്ത് സെന്റേഴ്സ് ഇല്ല, അങ്ങനെ കുറെ ആ സമയമൊക്കെ ഉണ്ട്. ഇപ്പൊ
എനിക്ക് തോന്നുന്നു ഇപ്പം അതിലിപ്പം ആലോചിക്കും, ഓക്കെ ഇനി ബെറ്റർ ആയിട്ട് ചെയ്യണം, ഇനി നന്നായിട്ട് വരയ്ക്കണം. കുറെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഫാമിലി പിക്ചർ എനിക്ക് വരയ്ക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ഇനി ആലോചിച്ച് തുടങ്ങണം. എന്തെങ്കിലും അങ്ങനെ ഇതിൽ നിന്നൊരു ഇൻകം വരണം എന്നൊരാഗ്രഹം ഇപ്പോഴാണ് തോന്നി തുടങ്ങിയത്. ഞാൻ ഈ മീറ്റിംഗ് കയറുന്ന കുറച്ച് നേരം മുമ്പ് ഞാൻ ആലോചിക്കായിരുന്നു. മീറ്റിംഗ് കുറച്ച് നേരം മുമ്പ് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നു, ഒരു എൻക്വയറി വന്നതാ. അപ്പൊ എനിക്കൊരു ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചിരിക്കുക. നമ്മളൊരു ഡ്രോയിങ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫ്യൂച്ചറിലേക്ക് എനിക്കത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആർട്ട് മാത്രമല്ല, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത്, ആർട്ട് മാത്രമല്ല, നിങ്ങൾ എന്ത് സ്കില്ലാണ് പഠിക്കുന്നെങ്കിലും നിങ്ങൾ അതിൽ മാസ്റ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആർട്ട് ഫീൽഡിലോട്ട് വന്നിട്ടേ ചില മാസങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ചില മാസങ്ങൾ ചുമ്മാ വെറുതെ ഇരിക്കും. ചില മാസം 2 മാസം അടുപ്പിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് റിലാക്സ് ചെയ്യാം. ഇത്ര മാസങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, ഇനി 2 മാസം റിലാക്സ് ചെയ്യാം. പക്ഷെ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്യില്ല. നേരത്തെ അതെ, പറഞ്ഞ സത്യം. വെറുതെ അതെ, ഇരിക്കുമ്പോൾ അതെ, റീല് അതെ. കണ്ടിരിക്കുന്നതും അതെ, റിലാക്സേഷൻ സത്യം. അല്ല. അത് നമ്മളെ ബ്രെയിനും അതെ, കണ്ണും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും അതെ, നമുക്ക് ലൈഫ് ശരിക്കും മുന്നോട്ട് പോകേണ്ടത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇൻകം ജനറേറ്റീവ് ആയിട്ടുള്ള നല്ല സ്കില്ല് പഠിക്കാനും നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒരു ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസി ആവുന്ന അറിയില്ല. അതെ, മനസ്സിലാവുന്ന അതെ, 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 സത്യമാണ്. അതെ, സത്യമാണ്. കാരണം ഇത് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി. 12 വർഷം. ഈ 12 വർഷവും ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലെ കാര്യം നോക്കുന്നു, ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, അവരുടെ പഠിത്തം നോക്കുന്നു, ബസ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുന്നു. അവര് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് സെയിം റുട്ടീൻ, അത് തന്നെ, ഒന്നും ചെയ്യാനില്ല. ഒന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇപ്പൊ മറ്റേന്ന് വെച്ചാൽ രാവിലെ ഇത്ര ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ എന്താ, ഉച്ചയ്ക്ക് മുന്നേ ആയാൽ മതി, സമയം ഇഷ്ടം പോലെ ഉണ്ട്, അടുക്കളയിൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ട്, ആ കൂടെ കുറച്ച് ജോലിയുണ്ട്, അതെല്ലാം ചെയ്യണം. പക്ഷെ ഇപ്പം അത് ഞാനിപ്പോ ഒരു കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ടൈം ടേബിൾ വെച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാല്, കുഞ്ഞുങ്ങള് ഒരു 6:40 ആകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. അവര് 2 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പൊ ഈ ഒരു 9 മണിക്ക് മുന്നേ ഹസ്ബൻഡ് എന്തായാലും ഒരു 7:30 ആകുമ്പോൾ പുള്ളിക്കാരനും പോകും. ഒരു 7:30ക്ക് ഞാൻ കിച്ചണിൽ കയറിയാലും സത്യം പറഞ്ഞ 9 മണിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അത് റിയലൈസ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. കാരണം 9 മണിക്ക് എനിക്ക് സുഖമായിട്ട് കുറച്ച് ജോലി മാറ്റിയിടും, പറ്റിയില്ലെങ്കിൽ ആ കുറച്ച് അവിടെ കിടക്കട്ടെ. പക്ഷെ 9 മണിക്ക് ഞാൻ ഇതിന്റെ മുന്നിൽ ഇരിക്കും, ഡ്രോയിങ്ങിന്റെ മുന്നിൽ എന്തായാലും ഇരിക്കും. ഒന്നീ ക്ലാസ് കേൾക്കും, ഇൻ കേസ് എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കും. അതിനകത്ത് എന്തെങ്കിലും ഇരുന്നോണ്ടാണെങ്കിലും കിടന്നോണ്ടാണെങ്കിലും നോട്ട്സ് എഴുതി വെക്കാൻ പറ്റും, അത് ചെയ്യും. എന്നിട്ട് ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിയാകുമ്പോൾ എനിക്ക് എന്തായാലും ഫ്രീ ആവാൻ പറ്റും. ആ 3 മണി കഴിഞ്ഞ് പിന്നെ ബാക്കി അത്ര സമയം കിടക്കുക, ഒരു 3 to ഒരു 10 ആയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് വെച്ച് 2 മണിക്കൂർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ തന്നെയും ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ അത് അറിയാണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രാവിലെ കിച്ചണിൽ കയറുമ്പം എന്താ ചെയ്യാ, ഒരു റീല് കാണാനിരിക്കും, ചിലപ്പോൾ ചായ കുടിക്കുമ്പോൾ റീൽ എടുക്കും. ആ റീല് കഴിഞ്ഞിട്ട് സെക്കൻഡ് റീലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. പിന്നെ ക്ലോക്കിൽ നോക്കുമ്പോൾ 10 മണിയൊക്കെ ആയിരിക്കും. പിന്നെ വിചാരിക്കും ഇത് എപ്പോൾ ചെയ്ത് തീർക്കും ബാക്കി ജോലി ചെയ്യുന്നത്. പക്ഷെ അത് ഫോൺ മാറ്റി വെക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ലെങ്കിലുണ്ടല്ലോ 24 hours നമുക്കൊരു 48 hours ഒക്കെ ആയിട്ട് തോന്നും. കറക്റ്റ്. ഹസ്ബൻഡും കുട്ടികളും ഒന്നും വീട്ടിലില്ലെങ്കിൽ നമ്മൾ ശരിക്കും ബോറടിച്ചു പോകും, ഒന്നും ചെയ്യാനില്ല. അപ്പം സത്യം പറഞ്ഞാൽ വരയ്ക്കാനിരുന്ന് അത് തന്നെയാണ്, സെയിം കാര്യമാണ്. നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോൾ മണിക്കൂറുകൾ പോകുന്നേ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ 2 മണിക്കൂർ നമ്മുടെ സമയം കൊടുത്തിട്ട് നമ്മൾ ആ വർക്ക് ചെയ്തിട്ട് എനിക്ക് 21 ഡേയുടെ ചലഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇത്തിരി പേഷ്യൻസ് കുറവാണ്. പെട്ടെന്ന് എടിപിടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം, അതുപോലെ ഇത് ബെസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ വലിയൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു 21 days ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ കാമായിരുന്നു. വളരെ കാമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഔട്ട്ലൈൻ ആദ്യം സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറയുന്ന ടോപ്പ് ടു ബോട്ടം ഒരു ഇങ്ങനെ ഹനുമാനെ ആയിരുന്നു വരച്ചത്. അപ്പം മേളിൽ നിന്ന് താഴോട്ട് ഷെയ്ഡിങ്, കണ്ണ്, പ്രൊപ്പോർഷൻ, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് 2 ദിവസം എടുത്തു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 to 10 hours ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷെ
ഓരോ സ്റ്റെപ്പും മേളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ പടം കാണുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഹാഫ് പിക്ചറിലും അതിന്റെ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ ചെയ്ത് വെക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ചെയ്യാണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ആ പിക്ചറിന് ഒരു ഭംഗി ഉണ്ട് എന്നുള്ളത് ശരിക്കും അത് പിറ്റേ ദിവസം മനസ്സിലാവും. അത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത്ര നന്നായിട്ട് ഞാൻ അത്രയും ചെയ്തെങ്കിലും ബാക്കി സമയം എടുത്തിട്ടാണെങ്കിലും സാരയില്ല, നമുക്കത് നല്ലതുപോലെ ചെയ്യണം എന്നൊരു ഇത് ഒരു ഇത് വരും. പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് അവസാനം കാണുന്ന ഒരു ഔട്ട്പുട്ട് അത് ഭയങ്കര, അത് നമ്മൾ സ്വയം നമ്മുടെ സമയം എടുത്തിട്ട് നമ്മൾ കൊണ്ട് ചെയ്യുന്ന ഒരു ഇത് അത് ഞാനിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഇപ്പൊ എനിക്ക് ചുറ്റും കൃഷ്ണനുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ ഏത് ഫോട്ടോ നോക്കിയിട്ട് ഞാൻ ആ ഫോട്ടോ നോക്കുമ്പം അത് ഞാൻ വരച്ചയാണല്ലോ എന്ന് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. രാവിലെ എഴുന്നേറ്റ് അത് കാണുമ്പോൾ പിന്നെ വരയ്ക്കാനാണെങ്കിലും നമുക്കൊരു ഇൻസ്പിറേഷൻ വരും. നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ വരച്ചത് ചിലപ്പോൾ നമ്മുടെ ഒരു 80% ആയിരിക്കാം, ചിലപ്പോൾ 50% ആയിരിക്കാം. പക്ഷെ ഒരു ഫോട്ടോ അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുന്നോട്ട് വരയ്ക്കാൻ അതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ആ യെസ്. ഇപ്പൊ ഇതാണ് കോഴ്സിൽ വന്ന ടൈമിൽ വരച്ച ചിത്രങ്ങൾ അല്ലേ? ഫസ്റ്റ് ടൈമിലുള്ള പിക്ചേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ വരയ്ക്കുമ്പോ എന്തായിരുന്നു മനസ്സിൽ, എങ്ങനെയായിരുന്നു ഫീൽ ചെയ്ത് അസൈൻമെന്റ് തരുന്ന സമയത്ത്? അതൊക്കെ എനിക്ക് ഷേപ്പ് അറിയില്ല, ഒന്നും അറിയാൻ വയ്യാതെ ചെയ്ത ഒരു കാര്യം. ഇത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗ്ലാസ് മുന്നിൽ വെച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി പഠിച്ചപ്പം ഒരു സ്റ്റീൽ ഗ്ലാസ് മുന്നിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വരച്ച ആ തിയറി വെച്ചിട്ട് വരയ്ക്കാൻ നോക്കിയ ഒരു ഗ്ലാസ് ആണ് ഇത്. റിയൽ ഒബ്ജക്ട് സ്റ്റഡിയിൽ വരച്ചത് ഇത്. അത് പിന്നെ ഇത് സാറിന്റെ നമ്മുടെ സൂം മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് ആയിരുന്നു ഇത് വരയ്ക്കുക എന്നുള്ളത്. ഇതൊക്കെ അത് തന്നെ ആയിരുന്നു. എനിക്കൊന്ന് കോഴ്സിലൂടെ ആ ഷെയ്ഡിങ്ങിന്റെ ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലേ? അതെ, ഷെയ്ഡിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. യെസ്, കറക്റ്റ് ആണ്. ഈ കൈയൊക്കെ വരച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഇത് ഞാൻ തന്നെ വരച്ചതാണോ എന്നുള്ളത്. സത്യം ഭയങ്കര ഇതെനിക്കൊന്ന് ഞാൻ സ്കെച്ച് ബുക്കിൽ സാറ് പറയില്ലേ ഫസ്റ്റ് സ്കെച്ച് ബുക്കിൽ നമുക്ക് കുളമാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറയില്ലേ, അങ്ങനെ സ്കെച്ച് ബുക്കിൽ ആദ്യത്തെ പേജിൽ ഓക്കെ കുളം ആകട്ടെ എന്ന് പറഞ്ഞിട്ട് വരച്ച കൈയാണ് അത്. ഞാൻ അത് കുളമാകട്ടെ കുഴപ്പമില്ല പോട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ച ഒരു പടമാണത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ കൈ ഞാൻ വരച്ചത്. മെറ്റീരിയൽസ് എന്തൊക്കെ യൂസ് ചെയ്യുന്ന? പെൻസിലും പേപ്പറൊക്കെ ഏത് ബ്രാൻഡിന്റെയാ? ഞാൻ ബ്രസ്റ്റോഡ് എന്ന പെൻസിലാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇത് വരയ്ക്കാനൊക്കെ ബ്രസ്റ്റോഡ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹനുമാൻ നല്ല ഇതായിട്ട് ഞാൻ വരച്ച 21 ഡേ ചലഞ്ചിൽ. ഇത് എനിക്ക് നമ്മൾ കോഴ്സിൽ ചേർന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ ഇത് വരയ്ക്കുമ്പോൾ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനകത്ത് ഞാൻ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രസ്റ്റോഡ് പെൻസിൽ മാത്രമാണ്. വേറെ അങ്ങനെ ഹൈലൈറ്റർ അതൊന്നും ഇല്ല. മോണോ ഇറൈസറും നമ്മുടെ ബ്രസ്റ്റോഡ് പെൻസിൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ പിന്നെ ഒരു ബ്ലെൻഡിങ് സ്റ്റിക്കും ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇതിനെനിക്ക് പേപ്പർ ഐവറി ഷീറ്റ് ആണ്. ഏത് ബ്രാൻഡ് ആണെന്ന് അറിയാൻ വയ്യ. റാൻഡംലി ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് എനിക്ക് തോന്നുന്നു 180 GSM ഒരു ഐവറി ഷീറ്റ് ആണ്. ഞാൻ എത്ര GSM ആണെന്ന് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഇത് ഐവറി, ഇത് നമ്മളുടെ സ്കെച്ച് ബുക്കിൽ വരച്ച പിക്ചേഴ്സ് ആയതൊക്കെ. ഇത് ഷീറ്റാണ്, ഐവറി ഷീറ്റാണ്. യെസ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ജേണി. നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ ഷെയ്ഡ് ഒന്നും ഇല്ലാതെ വരച്ചുകൊണ്ടിരുന്നത് പതിയെ ഇമ്പ്രൂവ് ചെയ്ത് ഷെയ്ഡിങ്ങിലോട്ടൊക്കെ കിടന്നു. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് എന്താണെന്ന് അറിയാലോ? കോൺട്രാസ്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഈ രണ്ട് ചിത്രം, ഇത് റെഫറൻസ് പിക്ചർ ആണ്, ഇത് നമ്മൾ വരച്ച ചിത്രമാണ്.
ഇതില് റെഫറൻസ് പിക്ചറിലും നമ്മൾ വരച്ചതിലും തമ്മിലുള്ള വ്യത്യാസം, മേജർ വ്യത്യാസം ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് ആ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഡാർക്ക് അത്രത്തോളം ഡാർക്കാണ്, ലൈറ്റ് ആ അത്രത്തോളം ലൈറ്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ അതെ. ചെയ്ത മെത്തേഡ് എല്ലാം കറക്റ്റ് ആണ്, ഷെയ്ഡിങ് മെത്തേഡ് കറക്റ്റാ, ഷെയ്ഡ് ചെയ്ത രീതി കറക്റ്റാ, എല്ലാം കറക്റ്റാ. പക്ഷേ ഉം, ടൂൾസിലുള്ള ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഉം, ഉം, അപ്പൊ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഈ ഐബ്രോസ് വരയ്ക്കാനായിട്ട് ഇത്രയും ബ്ലാക്ക് പോലത്തെ ഡാർക്ക് പെൻസിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഉം, ഹെയർ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ബ്ലാക്ക് നമുക്ക് ലൈൻസ് ഇടുമ്പോൾ ബ്ലാക്ക് ലൈൻസ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടിയാനെ. ഉം, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ചെറിയൊരു ഗ്രേ ടോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ ഉം. ഡിഫറൻറ്റ്. അപ്പൊ നമുക്കിനി ഓക്കെ നേരിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചാർക്കോൾ ട്രൈ ചെയ്ത് നോക്കണമല്ലായിരിക്കും, കാരണം ഇത്രയും ഡെപ്തിൽ നല്ല ബ്ലാക്ക് കിട്ടാനായിട്ട് ചാർക്കോൾ പെൻസിൽസ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. യൂസ് ചെയ്തിട്ടുണ്ടോ ചാർക്കോൾ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ സാറിന്റെ വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ, ഞാൻ ഇതുവരെ അത് വാങ്ങിച്ചിട്ടില്ല ചാർക്കോൾ പെൻസിൽ. ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്ത് നോക്കാം, പിന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്ത് നോക്കാം. സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡിങ് വരുന്ന ഏരിയാസിലൊക്കെ ബ്ലെൻഡിങ്, ഇത് കണ്ടോ ഇവിടെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ടല്ലേ നെറ്റിയുടെ ഇവിടെ. അതെ അതെ. അപ്പോൾ ലൈറ്റ് ആയിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഗ്രാഫൈറ്റ് പൗഡറും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, വെരി നെക്സ്റ്റ് അപ്ഡേറ്റ് ഏറ്റവും നല്ലത് ചാർക്കോൾ പെൻസിൽ, ബ്ലെൻഡിങ് സ്റ്റംപ്, ഈ രണ്ട് മെറ്റീരിയൽസ് ആണ്. ഓക്കെ അതിൻ്റെ അടുത്തത് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പൗഡറും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷെയ്ഡിങ് പഠിക്കാതെ പല ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ ഷെയ്ഡിങ് പഠിക്കാതെ നേരെ പോയിട്ട് പൗഡേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ അപ്ലൈ ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടാവും, മനസ്സിലാകുന്നുണ്ടോ? അതെ. ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് ആണ്, ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ പെൻസിലോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒബ്സർവേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവും. അതിനുശേഷം ആണ് ഗ്രാഫൈറ്റ് പൗഡറും ചാർക്കോൾ പൗഡറും ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ. യെസ്, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കാൻ? സാറേ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ചോദിച്ചു. എനിക്ക് നമ്മളെ ഈ A4 പേപ്പർ അറിയാം, A3 പേപ്പർ അറിയാം, അല്ല A3 A4ന്റെ ഡബിൾ അല്ലേ A3 അതെ എന്ന് പറയുന്നത്. അതെ അതെ. ഇത് രണ്ടും അല്ലാണ്ട് വേറെ പേപ്പർ, ഇപ്പൊ ചെറിയ A5 പേപ്പർ എന്ന് പറയുന്നത് A4നെക്കാട്ടിലും ചെറുതാണോ? A4ന്റെ പകുതി. A4ന്റെ പകുതിയാണ് A5. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൂടുതൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാർ പറഞ്ഞ A4 പേപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബിഗിനേഴ്സ് കൂടുതലും A4 പേപ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അതുപോലെ നമ്മളിപ്പം ഒന്ന് രണ്ട്, ഞാൻ ഈ ഫോണിൽ നോക്കിയിട്ടാണ് കൂടുതലും പിക്ചേഴ്സ് ഫോണിൽ നോക്കിയിട്ടാണ് വരയ്ക്കാറ്. ഉം. അപ്പം ഇപ്പം കൂടുതലും പോർട്രേറ്റ് ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ഈ സൂം ചെയ്യുമ്പോൾ നമ്മളിപ്പം വരച്ചു, സൂം ചെയ്യുമ്പോൾ ചിലപ്പം ആ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആ സൈസ് ചിലപ്പം മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഉം. അത് അത് അങ്ങനെ സൂം ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ അതോ എന്റെ പ്രാക്ടീസ് കുറവാണോ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒന്നാമത് പേപ്പർ സൈസിനെ കുറിച്ച് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഉം. ആണ് പേപ്പർ സൈസിന് ഇന്റർനാഷണൽ, ഈ A4 എന്നൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ സൈസുകളാണ്. A4 എന്ന് പറയുമ്പോൾ 297 x 210 mm വരും. ഓക്കെ A4ന്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയാണ് A5, A5ന്റെ പകുതിയാണ് A6, A6ന്റെ ഓക്കെ പകുതിയാണ് A7. അതാണ് നമ്പറിങ് വരുന്നത്. ഓക്കെ A4ന്റെ ഡബിൾ ആണ് A3, ഓക്കെ A3യുടെ ഡബിൾ ആണ് A2, A2ന്റെ ഡബിൾ ആണ് A1. A1. ഓക്കെ. ഇതാണ് പേപ്പറിന്റെ കാര്യം. പിന്നെ സൂം ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാ, നമ്മുടെ ഈ ഒരു ചിത്രം ആയിക്കോട്ടെ, ഇത് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇത് നോക്കിക്കോ, ഇതിപ്പോ സൂം ചെയ്യാതെ വെച്ചേക്കാന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടൽ ഷേപ്പുകൾ കറക്റ്റ് ആണോ, ഇതിന്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പം ഓക്കെ മേജർ ഔട്ട്ലൈൻ ഇടുമ്പോൾ ടോട്ടൽ ഷേപ്പ് കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പക്ഷെ അതിന്റെ അകത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത്, കണ്ണിന് ചെറിയ ഇങ്ങനത്തെ ഡീറ്റെയിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് സൂം ചെയ്ത് നോക്കേണ്ടി വരും. നേരെ മറിച്ച് ചിലർ ഫുൾ ടൈം സൂം ചെയ്ത് മാത്രം അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഈ പിക്ചർ നേരെ കിട്ടിയ അപ്പോൾ തന്നെ നേരെ അങ്ങ് കയറി സൂം ചെയ്തു കണ്ണിന്റെ അവിടെ നിന്ന് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പ്രശ്നം. ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലായി. ടോട്ടൽ ഷേപ്പ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സൂം ഔട്ട് ചെയ്ത് ഒബ്സർവ് ചെയ്യുക, അതിന്റെ പൊസിഷൻ,
അതിന്റെ പ്രപ്പോർഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽ ഓക്കെ. ചെയ്യുന്ന ചെറിയ ഭാഗങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള ഷേപ്പ് ഡിഫറൻസ് ഒക്കെ നോക്കി വരയ്ക്കുമ്പോൾ ആ ഭാഗം മാത്രം സൂം ഇൻ ചെയ്ത് ഒബ്സർവ് ചെയ്യുക. ഓക്കെ. അത് ഇപ്പം ഞാൻ ഇത് വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ എടുത്തത് ആക്ച്വലി A4 സൈസ് പേപ്പറാണ്. ഉം. അപ്പൊ എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ഈ ഏത് സൈസ് പേപ്പറിലാണ് ഇത് വരയ്ക്കാൻ പറ്റുന്നത്, പിന്നീട് A4 എനിക്കത് ആവുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ A3 സൈസ് പേപ്പർ എടുക്കുകയാണ് ചെയ്തത്. ഉം. അപ്പൊ അത് ഈ പേപ്പർ എങ്ങനെ നമുക്ക് മനസ്സിലാവും ഏത് പേപ്പറിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും? ഏത് പേപ്പറിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇതിന്റെ കഴിഞ്ഞ വീക്കിലി മീറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇത് ആ. നോക്കുക, പ്രപ്പോർഷൻ നോക്കുക. അപ്പൊ ചിലപ്പോൾ ഉം. സ്ക്വയർ ആയിരിക്കും. ഉം. സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഫുൾ A4 പേപ്പർ വേണമെന്നില്ല, അതിന് നടുക്കിലായിട്ട് വരയ്ക്കാം. ഇല്ല സാർ, പിന്നെ ഞാൻ കൂടുതലും ഇപ്പം കൂടുതലും പോർട്രേറ്റ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ ലാൻഡ്സ്കേപ്പും ലാൻഡ്സ്കേപ്പ് എനിക്കൊന്ന് ഞാൻ ആ ഒരു വരച്ചൊരു പിക്ചർ, ആ മൗണ്ടൻസിന്റെ ആ ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത്. അതേ ഞാൻ ലാൻഡ്സ്കേപ്പും സ്റ്റിൽ ലൈഫും വളരെ കുറവാണ് വരയ്ക്കുന്നത്. ഉം. കാരണം ഇങ്ങനെ ഇത് നമ്മുടെ നമ്മുടെ പിൻട്രസ്റ്റിൽ പോകുമ്പം കൂടുതലും പോർട്രേറ്റ് കാണുമ്പോൾ പിന്നെ അവിടെ അങ്ങ് നിന്ന് പോകും, അത് വരയ്ക്കാനൊരു ഇത് വരും. അപ്പം പക്ഷെ എനിക്ക് ലാൻഡ്സ്കേപ്പ് വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് വരയ്ക്കാൻ ആ ഒരു ശരിയാവോ എന്നുള്ളൊരു ചെറിയൊരു പേടി എപ്പോഴും വരും. ആ മൗണ്ടൻ അങ്ങനെ തന്നെ തുടങ്ങിയത്. ആദ്യം ഞാൻ തുടങ്ങി വെച്ചു, പറ്റത്തില്ല എന്ന് വെച്ചിട്ട് മാറിയിട്ട് ഞാനൊന്ന് നടന്നിട്ടൊക്കെ വന്നിട്ട് വരച്ചപ്പം അപ്പൊ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ അങ്ങനെ നടന്നു പോയപ്പം ഈ ചുറ്റിനുള്ള മരങ്ങള്, ഈ സാറ് പറയുന്ന 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ഒക്കെ അപ്പൊ മനസ്സിൽ വന്നു. ആ വലിയ വലിയ മരങ്ങള്, റോഡിന്റെ അപ്പുറം ഇപ്പുറം വലിയ വലിയ മരങ്ങളുണ്ട്, പിന്നെ നടുക്കൊരു ഡിവൈഡർ ഉണ്ട്, അപ്പൊ അതിനകത്തും ഇങ്ങനെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഉണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ ഇത് ഇങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് വരച്ച ഒരു പിക്ചറാണ് അത്. പക്ഷെ അതിന് ശേഷം ആ ഒരു തോട്ട് മാറി, ഓക്കെ ചെയ്യാൻ പറ്റും, പോണെങ്കിൽ പോട്ടെ, ശരിയായില്ലെങ്കിൽ ശരിയായില്ല, അത്രേ ഉള്ളെന്ന് പറഞ്ഞിട്ട് വരച്ച ഒരു പിക്ചറാണ് അത്. പക്ഷെ നന്നായിട്ടായി എനിക്കത് ഒരു. യെസ്. വൈൻഡപ്പ് ചെയ്യും മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ പോലെ വീട്ടിലിരുന്ന മക്കളെയൊക്കെ നോക്കിയിട്ട് ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെടുത്ത് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് ആർട്ടിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കയറുക. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ അത് ഒത്തിരി നല്ല ഇതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ സ്ട്രെസ് ഏറ്റവും റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ ഡ്രോയിങ്. നമ്മൾ അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്ന, ഞാൻ പാട്ട് കേട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നെ പോലെ തന്നെ പാട്ട് കേട്ട് ജോലി ചെയ്യുന്ന കുറേ പേര് കാണും. അപ്പം ആ പാട്ട് കേട്ടിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിരിക്കും, നമുക്കൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല ആ പാട്ടല്ലാണ്ട്. അതേ സെയിം കാര്യമാണ് നമുക്ക് ഡ്രോയിങ്ങിൽ നിന്നും കിട്ടുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ആ ഒരു നമ്മൾ സ്വയം ഫീൽ ചെയ്യുക, നമുക്കത് പറയാനേ പറ്റൂ. ഫീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസം നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരയ്ക്കണം എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ അത് വരും. കാരണം അത്രയും നല്ലൊരു ഇതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്തു നോക്കുക, ചെയ്തു നോക്കി കണ്ട് സ്വയം അറിയുക. എന്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഞാനിപ്പോ ഒത്തിരി ഒത്തിരി സ്ട്രെസ് ഫ്രീ ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വരച്ച ചിത്രം വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അതെല്ലാം പോകും. യെസ്, ഒരുപാട് സന്തോഷം. അപ്പൊ അതുപോലെ താങ്ക് യു സർ. ഒരുപാട് പേർക്ക് നല്ലൊരു എക്സാമ്പിൾ ആയി മാറാൻ സാധിക്കട്ടെ, ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഞാൻ താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം. യെസ്, താങ്ക് യു താങ്ക് സർ.